ഹലോ ഫ്രണ്ട്സ്, രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ ജോലികളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഒന്ന് നിങ്ങൾ കണ്ടു കാണും, IBACO, അതായത് ഇൻ്റലിജൻസ് ഓഫീസർ എന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ, അതായത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. ഏതാണ്ട് 1000ഓളം വേക്കൻസികൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാളെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഡിസംബർ 15 ലാസ്റ്റ് ഡേറ്റ്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക, കാരണം ഇതൊരു സുവർണാവസരമാണ്. ഏതാണ്ട് 2 കൊല്ലത്തിന് ശേഷമാണ് ഈ എക്സാം വിളിക്കുന്നത്. ഇത്രത്തോളം വേക്കൻസികളുള്ള മറ്റൊരു എക്സാം ഇനി ഉടനെ കേന്ദ്ര സർക്കാർ വരാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ ഒരു ആകർഷണീയത, IBയുടെ എക്സാമിൻ്റെ ആകർഷണീയത ഇതിൻ്റെ പേ സ്കെയിൽ തന്നെയാണ്. ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ അടുത്ത് സാലറി, അലവൻസും സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾ, IB, അതായത് ജെയിംസ് ബോണ്ട് പോലെയൊക്കെയുള്ള സിനിമകളെ കാണുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു ആഗ്രഹമായിരിക്കാം. എങ്കിൽ എന്തൊക്കെയാണെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ കൂടെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ജോബാണ്. ഇതിൽ റോ, അതായത് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസി റോ, അതുപോലെ NIA, മറ്റ് ഏജൻസികളിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകാനും, അതുപോലെ ഈ സ്കെയിലിൽ തന്നെ ഇപ്പോൾ ഇതിൽ IB ഓഫീസറായിട്ട് കയറുമ്പോൾ തന്നെ CI റാങ്കിലാണ് കയറുക. പിന്നീട് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് ഉയർന്ന് ഒരു SP റാങ്ക്, IPS റാങ്കിലേക്ക് എത്താവുന്ന ഒരു പോസ്റ്റാണ് ACI എന്നുള്ള ഒരു പോസ്റ്റ്. തീർച്ചയായിട്ടും ഇതിലേക്ക് നിങ്ങൾക്ക് ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക, കാരണം ലാസ്റ്റ് ഡേറ്റ് December 15 ഇനി ഇതിൻ്റെ എക്സാം പാറ്റേണിനെ കുറിച്ചാണ് ആളുകൾക്ക് അറിയേണ്ടത്. എക്സാം പാറ്റേണിനെ കുറിച്ച് ഞാൻ പറയാം. എക്സാം എന്ന് പറയുന്നത് 250 മാർക്കിൻ്റെ 250 മാർക്സിൻ്റെ ഒരു എക്സാമാണ് ഇതിൽ വരിക. 250 മാർക്സ്. ഇതിൽ ഫസ്റ്റ് 100 മാർക്സ് 100 മാർക്കിന് ചോദിക്കുക എന്ന് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ്, ജനറൽ അവയർനെസ്, അതായത് ഹിസ്റ്ററി, പോളിറ്റി, ജോഗ്രഫി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ന്യൂമറിക് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഒപ്പം തന്നെ ഇംഗ്ലീഷ്. അതായത് സാധാരണ രീതിയിൽ നമ്മൾ PSCയുടെ ഹയർ ലെവൽ എക്സാംസ്, പ്രത്യേകിച്ച് LSCS, അതുപോലെ ഡിഗ്രി ലെവൽ എക്സാംസ്, ഇനി അല്ലെന്നുണ്ടെങ്കിൽ SSCയുടെ ഒരു എക്സാംസ്, ഈ മേഖലയിൽ പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണിത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം എന്താണ്, കറണ്ട് അഫയേഴ്സ് അവിടെയും പഠിക്കുന്നുണ്ട്, ജനറൽ സ്റ്റഡീസ് അവിടെയുണ്ട്, അതുപോലെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും നമ്മൾ എന്തായാലും പഠിക്കേണ്ട, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് നമ്മൾ പഠിക്കണം. അതേ ഇതിൽ തന്നെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സാമാണ്, അതിന് 100 മാർക്ക്. പിന്നെ മറ്റൊന്നുള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ essay, ചെറിയൊരു 30 മാർക്കിൻ്റെ essay എന്ന് പറയുമ്പോൾ വലിയ വിപുലീകരിച്ച് ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ 30 മാർക്ക് മാത്രമേ ഉള്ളൂ. അതും ഒപ്പം തന്നെ ഒരു കോംപ്രിഹെൻഷൻ 20 മാർക്ക്, അതിനൊരു 50 മാർക്ക്, അങ്ങനെ 150 മാർക്ക്. ബാക്കി 100 മാർക്ക് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 മാർക്കിന് ഇവിടെ ഇൻ്റർവ്യൂ ഉള്ളപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് പ്രസൻറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഇരിക്കും. 250 മാർക്കിൽ, അതായത് റിട്ടേണ് 150-ൽ 100 മാർക്കിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ടൊക്കെ ഇൻ്റർവ്യൂ കോൾ കിട്ടാവുന്നതാണ്. 250 മാർക്കിൽ 200-ന് മുകളിലുള്ളവർക്കൊക്കെ സാധാരണഗതിയിൽ 200 മാർക്ക് ആ റേഞ്ചിൽ, ഓക്കെ, അപ് ടു 200, 180+. പിന്നെ അത് സംവരണ കാറ്റഗറി അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു പോസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, സെൻട്രൽ ഗവൺമെൻറ് ജോലികൾക്ക് കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ജോലികൾ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ സാലറി ഉണ്ട്. 1. 2, LTC, അതായത് വർഷത്തിലൊരിക്കൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റോ അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ്സോ സൗജന്യമായിട്ട്, നിങ്ങൾക്ക് മാത്രമല്ല കുടുംബത്തിന് സൗജന്യമായിട്ട് കിട്ടും. മറ്റ് യാത്രാ ആനുകൂല്യം, ട്രാവൽ അലവൻസ്, ഹൗസിംഗ് റെൻ്റ് അലവൻസ്, DA. ഇപ്പോൾ കേരള സർക്കാർ DA ആണ് കഴിഞ്ഞ 4 വർഷമായിട്ട് DA കൂട്ടിയിട്ടില്ല. അതേസമയം സെൻട്രൽ ഗവൺമെൻറ്റിൽ 48% DA ആണ് ഇൻക്രിമെൻറ്റ് വന്നിരിക്കുന്നത്. കേരള ഗവൺമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനും സെൻട്രൽ ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥനും ഒരേ ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഒരു 20,000 രൂപയെങ്കിലും അധികം വരുന്നുണ്ട്. അതിന് കാരണം വെച്ചാൽ അവിടെ കറക്റ്റായിട്ട് DA മറ്റ് അലവൻസുകളൊക്കെ ഇൻക്രിമെൻറ്റ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ജോലികൾ വളരെ ആകർഷണീയ തന്നെയാണ്, ഒരു സംശയം വേണ്ട. അലവൻസുള്ള കാര്യത്തിലാണെങ്കിലും ശമ്പളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും. ഇനി ഈ ജോലി എന്താണെന്നുള്ളതാണ്. ഈ ജോലിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് കിട്ടുക ഒരു ജില്ലാ തലത്തിൽ IB ഓഫീസറായിട്ടാണ് കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞു CA റാങ്കിലാണുള്ളത്. അവിടെ നിന്ന് പിന്നീട് നിങ്ങൾക്ക് ആ സംസ്ഥാന തലത്തിലേക്കും, അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ IBയുടെ ഓഫീസറായിട്ട് നിങ്ങൾക്ക് നിയമനം കിട്ടുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രവർത്തനം നടത്താം. പിന്നീട് നിങ്ങൾക്ക് റിസ്ക് ഉള്ള ഏരിയയിലേക്ക് പോകണം, അതായത് കാശ്മീർ പോലെ ഏരിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മാറാം. കൂടുതൽ ത്രില്ലിംഗ് ആയിട്ടുള്ള ജോലികളാണ്. പക്ഷേ അവിടെ നിങ്ങൾക്ക് റിസ്ക് അലവൻസ് കിട്ടും, അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റും അതിനുള്ള അംഗീകാരം നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ഓക്കെ, എന്തായാലും ഇതിൽ വളരെ മികച്ചൊരു ജോലിയാണ്. നിങ്ങളിത് അപ്ലൈ ചെയ്യണം. കാരണം എന്താണ്, നിങ്ങൾ അത് പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതേ സിലബസ്, അതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ കേരള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ നിർബന്ധമായിട്ട് ഇന്ന് അപ്ലൈ ചെയ്യണം. ഈ ഒരു അവസരം പാഴാക്കരുത്. ഞാൻ കേരള PSC എഴുതുമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്, കാരണം അതിലും മികച്ചത് നിങ്ങൾ പഠിച്ചു വെച്ച് കിട്ടും. അത് നിങ്ങൾ നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഇതെങ്ങനെ പഠിക്കാം, എന്താണ് ഇതിനെക്കുറിച്ചുള്ള കോഴ്സുകൾ, മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. നമ്മളിതിന്, അതായത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു, നമ്മളൊരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. IBACIക്ക് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ്. അത് ഹാൻഡിൽ ചെയ്യുന്നത് അജയ് T. ജോസഫ് എന്നുള്ള സാറാണ്.
അദ്ദേഹം മുൻ IB ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു ക്രാഷ് കോഴ്സ് ഉടനെ തന്നെ ആരംഭിക്കും. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ PSC ടോക്സിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതായത് 9996996229. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് മുഴുവൻ തരും. അതായത് നമ്മൾ ഈ കോഴ്സ് വഴി ഉദ്ദേശിക്കുന്നത് മുഴുവനായിട്ടുള്ള സിലബസ് കറക്റ്റായിട്ട് കവർ ചെയ്യുക. അതുപോലെ തന്നെ ഇത് ലൈവായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ഓൺലൈനായിട്ട് ലൈവായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൽ മുഴുവനായിട്ട് നമ്മൾ ക്ലാസ്സുകൾ സൂം വഴി നമുക്ക് ക്ലാസ്സുകൾ കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് നോട്ട്സ്, ക്ലാസ് നോട്ട്സ്, അതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടാവും. മറ്റൊന്ന് ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് ചെയ്യുന്നത് മുൻ IB ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും. അജയ് സാറിൻ്റെ നേതൃത്വത്തിൽ കുറേയധികം അധ്യാപകർ നമ്മുടെ കൂടെയുണ്ട്. അവർ തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുക. അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതൊക്കെ. ഒപ്പം നമ്മുടെ ഇതിനോടൊപ്പം മറ്റൊരു യൂട്യൂബ് വീഡിയോ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, December 15 രാത്രി 12 മണിക്കാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്, അപ്ലൈ ചെയ്യുക. ഇനി അടുത്തൊരു ജോലിയെക്കുറിച്ച് ഞാൻ പറയാം. ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളൊരു മറ്റൊരു ജോലിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോൾ പറയുകയാണ്. കമ്പൈൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം. ഏതാണ്ട് 500ഓളം പോസ്റ്റിലേക്കാണ് ഇത് വിളിച്ചിരിക്കുന്നത്. അതായത് CSIR, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അടിയിലുള്ള ഒരു റിസർച്ച് ഓർഗനൈസേഷനാണ് CSIR. ഇന്ത്യയിലെ റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ച് നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഏതൊക്കെയുണ്ട്? ഒന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ISRO സ്പേസ് റിസർച്ച് നടത്തുന്നത്. മറ്റൊന്ന് DRDO, അതായത് ഡിഫൻസ് റിസർച്ച് നടത്തുന്നത്. മറ്റൊന്നാണ് ICR, അതായത് അഗ്രികൾച്ചർ റിസർച്ച് നടത്തുന്നത്. മറ്റൊന്ന് ICMR, അതായത് മെഡിക്കൽ റിസർച്ച് നടത്തുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഓർഗനൈസേഷനാണ് CSIR. അവിടെ ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നുള്ള രീതിയിൽ കുറേയധികം ശാസ്ത്രീയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളും മറ്റു കാര്യങ്ങൾ നടത്തുക. നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി NIST എന്നൊരു സ്ഥാപനമുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലൊട്ടാകെ 70ഓളം സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനത്തിലെ മെയിൻ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റുകൾ തന്നെയാണ്. കാരണം അവരാണ് ഈ റിസർച്ച് ഓർഗനൈസേഷൻ മുഴുവനായിട്ട് തന്നെയും. ഇപ്പോൾ ISRO ആണെങ്കിലും DRDO ആണെങ്കിലും ICAR ആണെങ്കിലും ICMR ആണെങ്കിലും അല്ലെങ്കിൽ CSIR ആണെങ്കിലും അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ G സോമനാഥ്, ISRO ഡയറക്ടർ, അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന മാധവൻ നായർ, മലയാളി, അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. ഇങ്ങനെ സയൻറ്റിസ്റ്റുകൾക്ക് തന്നെയാണ് എല്ലാ റിസർച്ച് ഓർഗനൈസേഷനും പ്രാമുഖ്യം. പക്ഷേ ഒരു റിസർച്ച് ഓർഗനൈസേഷൻ റൺ ചെയ്യണമെങ്കിൽ സയൻറ്റിസ്റ്റുകൾ മാത്രം പോരാ. കാരണം അതിൻ്റെ ബഡ്ജറ്റ് ഉണ്ട്, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ നോക്കാനുണ്ട്, അതുപോലെ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, അതിൻ്റെ മറ്റ് സംഘടനാപരമായുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്. അവിടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിൻ്റെ ഒരു പ്രധാന കാര്യം വരിക. അതായത് അതിൽ രജിസ്ട്രാറായിട്ടും ആ രീതിയിലുള്ള ഹയർ പോസ്റ്റുകളിലേക്കൊക്കെ ഇവരാണ് വെക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ്. ഈ രീതിയിൽ CSIRൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിൻ്റെ എക്സാം വിളിച്ചിട്ടുണ്ട്. ഇത് CSIR എന്നുള്ള വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് January 12. ഇവിടെയും നേരത്തെ ഞാൻ പറഞ്ഞ IB പോലെ തന്നെ അതേ സിലബസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ? ഒന്ന് കറണ്ട് അഫയേഴ്സ്, 2 ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ പോളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ കാര്യം. മറ്റൊന്നാണ് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അടുത്തത് ഇംഗ്ലീഷ്. ഈ 4 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വെച്ച് നിങ്ങൾക്ക് നേടാവുന്ന അടുത്തൊരു പോസ്റ്റാണിത്, അതായത് CSIRൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ്. ഇവിടെ അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ IB ഓഫീസറെക്കാട്ടും മികച്ച ഒരു ബെനിഫിറ്റാണ് ഇവിടെ ഉള്ളത്. സാലറി അപ് ടു 1.5 ലാഖാണ്, 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് സാലറി, അതായത് അലവൻസ് അടക്കം നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ തന്നെയാണ് ഇതിൻ്റെ ഓഫീസുകളുള്ളത്. തിരുവനന്തപുരത്തും അതുപോലെ എറണാകുളത്തും ഒക്കെ ഇതിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു 9 to 5 കറക്റ്റ് ഒരു ഓഫീസ് ജോബാണ്. മാത്രമല്ല മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഈ ഒരു അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടാണ് കയറുക. അവിടുന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി അതിൻ്റെ ഡയറക്ടർ തസ്തികയിൽ വരെ എത്താൻ പറ്റുന്ന പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് അപ്ലൈ ചെയ്യുക. നിങ്ങൾ കുറേ പേരും ഇത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് January 12 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഈ എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കേരള PSCക്ക് വേണ്ടി പഠിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ഇത് കാണുന്ന ആളുകളും. ഇനി അതേപോലെ തന്നെ കുറച്ച് പേരൊക്കെ SSC എക്സാം എഴുതുന്നുണ്ടാവും. നിങ്ങൾക്ക് ലഭ്യമായ വിവരം വെച്ച് കേരള PSCയും SSCയും മാത്രമല്ല, അതേപോലെ തന്നെ അതിലും മികച്ച ജോലികൾ ലഭ്യമാണ്. ഒന്ന് ഞാൻ പറഞ്ഞ IB ACIO, നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്, December 15. അതേപോലെ തന്നെയാണ് CSIR അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരും January 12. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഇനി ഇതിനു വേണ്ടി ക്രാഷ് കോഴ്സ് PSC ടോക്സ് നൽകുന്നുണ്ട്. PSC ടോക്സ് നൽകുന്നു എന്ന് പറയുമ്പോൾ അതിന് വേണ്ട എക്സ്പേർട്സിനെ വെച്ചാണ്. ഇപ്പോൾ IB ACIO എക്സാമിന് വേണ്ടി നമ്മൾ നടത്തുന്ന ആ ഒരു ക്രാഷ് കോഴ്സ് ലീഡ് ചെയ്യുന്നത് അജയ് സാറാണ്. അത് ഞാൻ പറഞ്ഞ പോലെ മുൻ IB ഓഫീസറാണ്.
അതേപോലെ തന്നെ CSR അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന് വേണ്ടി നമ്മൾ ഉടനെ തന്നെ ക്രാഷ് കോഴ്സ് ജനുവരിയിൽ ആരംഭിക്കും. ഇതിലേതെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ചുള്ള ഈ കോഴ്സുകളെക്കുറിച്ചും ഇതേപോലെ ഇനി വരുന്ന കേന്ദ്ര സർക്കാർ ജോലികളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.